ഞാൻ ഇപ്പം എവിടെയാണെന്നറിയാമോ? ഒരു വണ്ടിക്കകത്താണ്. എന്തോന്ന് വണ്ടിയെന്നറിയാമോ? പിക്കപ്പ്. ഇത് നമ്മളെ സ്വന്തം വണ്ടിയല്ല, റെൻറ്റിന് ഓടണതാണ് കേട്ടോ. ചേട്ടൻ ജോലിക്ക് പോണ വണ്ടി. എൻ്റെ സ്കൂട്ടി അവിടെ റോഡിൽ വെച്ചിട്ട് ഇതിനകത്ത് കയറി. വെറുതെ വന്നാ. ഞാൻ വീട്ടിൽ വെറുതെ വായി നോക്കിയില്ലിരിക്കണം. അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ സപ്ലൈ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ചേട്ടൻ ഗ്യാസ് കൊടുക്കാൻ പോയി. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് മുള വെട്ടാൻ പോകുന്ന വ്ളോഗ് കാണാം. എവിടെയാണെന്ന് അറിയാമോ? കാട്ടിൽ, ചെറിയൊരു കാട്, ചിന്നക്കാട് പോയി നമുക്ക് മുള വെട്ടുന്ന കാണാം. ഞാൻ ഈ പിക്കപ്പിലാണ് ഗൈസ് പോകുന്നത്. പിക്കപ്പിൽ 12 സുന്ദരൻ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വെറുതെ വണ്ടിയിലിരുന്ന് പോവാനായിട്ട്. ആയുഷ് സ്കൂളിൽ പോയി. ആയുഷിനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ വന്നേണ്. അങ്ങനെ എപ്പോഴും പോണതല്ല, ഒരാവശ്യമായിട്ട് വന്നത്. മുള മുറിക്കാൻ പോണം. ഇതിന് എന്തോന്ന് ഏണി ഉണ്ടാക്കാൻ വേണ്ടി വെട്ടോത്തി എടുത്തോണ്ട് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ വണ്ടിയിൽ വെട്ടോത്തി എടുത്തോണ്ട് കൊടുക്കാതെ ഇതിനകത്ത് കയറി പറ്റിയതാണ്. തിരിച്ച് പോയാൽ മതിയായിരുന്നു, ഞാൻ പോയില്ല. വെയിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര മടിയായിപ്പോയി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് വണ്ടി എടുത്തോണ്ട് പോകണം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ചേട്ടൻ്റെ കൂടെ ജോലിക്ക് പോയില്ലേ, അവിടെ കടയിൽ നിർത്തി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. ചുമ്മാ തിന്ന് ഇതിനകത്തിരിക്കാം. ഇനിയിപ്പോൾ കഴിയും. ലാസ്റ്റ് ഇതാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. നേരത്തെ വീഡിയോ എടുത്തത് ഷെയ്ക്കായിപ്പോയി, കിട്ടിയില്ല. മുളയും വെട്ടി പിക്കപ്പിലിട്ടിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകും. ഞാൻ സ്കൂട്ടി എടുത്തോണ്ട് പോകും, ചേട്ടൻ ഇതിൽ വരും. ഇത് ഇങ്ങനെയൊക്കെ സംഭവം പോണത് നേരത്തെ ഇറങ്ങുന്ന ടൈമിലൊക്കെയാണ് പോണത്, എപ്പോഴും പോണതൊന്നുമല്ല. ഇത് നമുക്ക് ഒരു ഏണിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസയാവും. അപ്പം മുളയുണ്ടെങ്കിൽ നമുക്ക് വെട്ടി ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. ചേട്ടനറിയാം. അതുകൊണ്ട് വെട്ടോ തീയടക്കി ഇത് മൂർച്ച കൂട്ടുന്ന ആളുണ്ടല്ലോ, അങ്ങേര് വന്നിരുന്നു. അപ്പോൾ വെട്ടോത്തി പിച്ചാത്തി എല്ലാം എടുത്ത് കൊടുത്ത് നല്ല മൂർച്ച കൂട്ടി തൊട്ട അപ്പം മുറിയും. എൻ്റെ പിച്ചാത്തി മൂർച്ച കൂട്ടിയതിന് ശേഷം എൻ്റെ കൈ എന്തുമാത്രം മുറിഞ്ഞെന്നറിയാം. പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് പോവാൻ. പുല്ല് കാട്ടിൻ്റെ ഇടയിൽ നോക്ക്. പിന്നെ ഇതെന്ത് ചേട്ടാ, എനിക്ക് ഞാനും വരട്ടെ. ഇതിൻ്റെ വഴി കണ്ട ഫുള്ള് കാടാണ്, ഫുള്ള് നോക്ക്. കണ്ടവൻ്റെ പെരേട രാവൻ്റെ എന്തോ കുളം കേട്ടോ. ഇത് കുളം എന്നൊരിത് കായൽ. കണ്ടതോ ഇങ്ങനെ വെള്ളം പോലെ ചെളി വെള്ളമായിട്ട് കിടക്കണില്ലേ, അതാണ് കായൽ. കണ്ട ചേട്ടൻ തോലും അവിടെ നിന്നാണ് വെട്ടണം. ഇത് നോക്ക്, കണ്ട മുള അടിച്ചു മാറ്റണം. കണ്ട ഇത് നോക്ക്, കിടുക്ക് സാധനം, നല്ല കളറ്. കണ്ട മുള ഇവിടെ ഇതില്ല, അവിടെ അരങ്ങണതില്ല. അവിടെ കണ്ട ഒരെണ്ണം മഞ്ഞ മുളയും ഒരെണ്ണം പച്ച മുളയുമാണ് കേട്ടോ. അത് കണ്ട നല്ല നീളമുണ്ട് കേട്ടോ, വെയിറ്റും കാണും. പുല്ല് പ്രേതമില്ലാത്ത കാടാണ് കേട്ടോ, മുളയുള്ള പ്രേതമില്ലാത്ത കാട്. ഭയങ്കര കൊതു. സ്ഥലം പറഞ്ഞു തരില്ല കേട്ടോ, നമ്മളെ പോലീസ് അടിച്ചുണ്ട്. സ്ഥലം പറഞ്ഞു തരില്ലേ. ഇതോ വരണം മുള. എത്ര? 4 എണ്ണം എടുത്താ? 4 എണ്ണം എടുത്താ? പോണാ? ഞാനും വരട്ടെ. നിന്നെ പതുക്കെ പോ. നിന്നെ റോഡിലിറങ്ങി കാട്ടിൽ നിന്ന് റോഡിലിറങ്ങി.
വേണ്ട നമ്മളെ ടൂൾസ് ഞാൻ പറഞ്ഞില്ലേ വെട്ടോത്തി തേച്ചത് കണ്ടോ നല്ല മൂർച്ചയുണ്ട്. ചേട്ടൻ്റെ കൈ ഇപ്പം തന്നെ മുറിഞ്ഞു കുറച്ച്. ഇങ്ങനെ പിടിച്ച് നോക്കുമല്ലോ മൂർച്ചയുണ്ട് അപ്പോഴും മുറിഞ്ഞു. മുളക് കാണിച്ചു തരാമേ. 4 എണ്ണം വെട്ടി 4 എണ്ണം. അത് ഉണക്കയാണ്. ഞാൻ നിൽക്കണം പതുക്കെ. ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ നടുക്ക് വയ്ക്കാൻ ഇത് വേണ്ടേ? ആ വേറെ ഏത് കമ്പ്? കൂട്ടത്തിൽ കേമൻ ലെവനാണ് കേട്ടോ മുള. നല്ല വണ്ണമുണ്ട് നോക്ക്, നല്ല വണ്ണമുണ്ട്. വാട്ടെ വണ്ടിയിലെല്ലാം സെറ്റ് ചെയ്തു ഗൈസ്. പാളം കാണിച്ചു തരാം, റെയിൽവേ പാളം. ഇതാ കണ്ട കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. എനിക്കത് വേണ്ട ചേട്ടാ, ആപ്പി കൂപ്പി എനിക്ക് വേണ്ട. നമ്മളെ മുളയെല്ലാം കെട്ടി നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. മുക്കാഭാഗം എത്തുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി എടുക്കണം. അത് കഴിഞ്ഞ് ചേട്ടൻ ഇതിൽ നേരെ മുളയും കൊണ്ട് വീട്ടിൽ പോവും. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോകും. ഞാൻ ഇത് ഏണി റെഡിയാക്കിയിട്ട് ഏണിയുടെ ഇത് കാണിച്ചു തരാം കേട്ടോ, വീഡിയോ. ചേട്ടൻ്റെ കലാവിരുന്ന് നമുക്ക് നോക്കാം. തുറന്ന് കടിക്കൊന്നുമില്ലേ? താങ്ക് യു ജ്യൂസ്. മൊത്തം മാങ്ങാലയും ദൂത്തുപുരുണ്ട് മൊത്തം മാസത്ത് ഇപ്പം നാങ്കാലയും. പോവാം. ഞാൻ ഇവിടുത്തെ മാറ്റണം. അങ്ങനെ നമ്മൾ പറക്കി നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടൻ ഇതിൻ്റെ പണിയെല്ലാം അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം, പണിക്കാരൻ പണി ചെയ്യണം കാണിച്ചു തരാം. ഏണിയുടെ പണി അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നും ആയില്ല, ഇവിടെ കിടക്കണതേ ഉള്ളൂ സാധനം. അതിട്ട് ആ കട്ടറിട്ട് മുറി. അതെന്ത് ഇങ്ങനെ ഇട്ട് ഉരക്കണേലും വേറെ അതല്ലേ എളുപ്പം. എന്തിനായിപ്പോ ആ സ്വിച്ച് അങ്ങ് ഓണാക്കിയാൽ മതിയായിരുന്നു, സംഭവം റെഡിയായിരുന്നു. ആ കട്ടർ ഓണാക്കി അറിഞ്ചോ പുറഞ്ചോ അങ്ങ് കട്ട് ചെയ്ത് ഇടി അങ്ങോട്ട്. പെട്ടെന്ന് പണി നടക്കട്ടെ, ടൈമില്ല. ചേട്ടാ പണി എന്തരായി? ഏകദേശം ഒന്ന് ചേർന്നരായി. ഇതൊന്നും വച്ചില്ലല്ലോ കുറ്റിയൊന്നും. ഇതങ്ങനെ കിടക്കണല്ലേ ഉള്ളൂ. ഒരു സൈഡ് പച്ചയും ഒരു സൈഡ് ആ മഞ്ഞയ്യോ, അങ്ങനെ വെക്കണ. മറ്റേത് ഉണങ്ങുമ്പോൾ കുഴപ്പമില്ലേ? അത് മറ്റേ ഈ കിടക്കണത് ഉണങ്ങിയതല്ലേ? ഏട്ടാ നോക്ക്, ഉണങ്ങിയതല്ലേ, കുഴപ്പമില്ലേ? ഗൈസ് നമ്മുടെ ഏണിയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതാണ് കണ്ട. ഇത് വീതി കൂടുതലല്ലേ? ഇത് ഒരാൾക്ക് കയറിപ്പോ മതിയായിരുന്നു, ഇത് 2 പേർക്ക് കയറിപ്പോവാൻ പറ്റും. ഇത് മഴയായോണ്ടാണ് ഏട്ടാ വീട്ടിന്റെ അകത്ത് എടുത്തു വെച്ച് കാണിക്കണത്. വെളിയിൽ നല്ല മഴ. നമ്മളെ ഏണി എത്ര ഇതുണ്ട് കയറിപ്പോണം? 1 2 3 4 5 6 7 ഇതുണ്ട്. ഒരു നില മുകളിൽ കയറിപ്പോവാൻ പറ്റും. നമ്മളെ ഏണി കാണാൻ ഗസ്റ്റ് ഉണ്ട്, ഇത് കാണിക്കാൻ കൊണ്ടുപോകണം. നോക്ക്,